അള്ളാഹിന്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ കടക്കാനുള്ള ഒരു മരുന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയാണ്. അതാ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, ആ പടച്ച തമ്പുരാന്റെ പരമോന്നതമായ പവിത്രമായ സ്വർഗലോകമുണ്ടല്ലോ, ആ സ്വർഗത്തിൽ കടക്കാൻ, ആ സ്വർഗത്തിൽ കടക്കാൻ, ആ സ്വർഗത്തിൽ കിടക്കുന്ന പവിത്രമായ പടച്ച തമ്പുരാന്റെ ഭക്ഷണമുണ്ടല്ലോ, എല്ലാവരും ആഗ്രഹിക്കുന്ന പരിശുദ്ധമായ പടച്ചുറപ്പിന്റെ സ്വർഗത്തിൽ കിടന്നിട്ട് ആ പടച്ചു തമ്പുരാന്റെ സ്വർഗത്തിലെ എല്ലാവിധ അനുഗ്രഹങ്ങളും പടച്ചുറപ്പെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അതാ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, നിങ്ങളെ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുണ്ടല്ലോ, ആ പടച്ച തമ്പുരാനെ നിങ്ങൾ ആരാധിക്കുക, അതേപോലെ തന്നെ സലാം നിങ്ങൾ വ്യാപിപ്പിക്കുകയും ചെയ്യുക. പടച്ചുറപ്പേ അതേപോലെ തന്നെ ഭക്ഷണം കഴിപ്പിക്കുകയും ചെയ്യുക. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സ്വർഗ്ഗപ്രവേശനം നൽകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയാം. ഒന്നാമത്തെ കാരണം എന്താ? സ്വർഗത്തിൽ കിടക്കാനുള്ള ഒന്നാമത്തെ കാരണം എന്താ? പടച്ച തമ്പുരാനെ ആത്മാർത്ഥമായി വിശ്വസിച്ചുകൊണ്ട് അല്ലാഹുവിനെ ആരാധിക്കുക. മനസ്സിൽ വേറെ ഒന്നും ഉണ്ടാകരുത്. പടച്ച തമ്പുരാനെ ആരാധിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്വർഗ്ഗം നൽകും. അല്ലാഹു തആല നമുക്ക് സ്വർഗ്ഗം നൽകും. അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിന്ന് പറയുകയാണ്, പടച്ച റബ്ബേ ആ പരിശുദ്ധമായ സ്വർഗ്ഗം ലഭിക്കണമെങ്കിലോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിന്ന് സൃഷ്ടിക്കപ്പെട്ട പടച്ച തമ്പുരാന്റെ സ്വർഗ്ഗമുണ്ടല്ലോ, ആ പവിത്രമായ സ്വർഗ്ഗം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകണമെങ്കിലോ പടച്ച റബ്ബേ ആ സ്വർഗ്ഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു സ്ഥാനമാനം ലഭിക്കണമെങ്കിലോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, നിങ്ങൾ ആരാധിക്കണേ അല്ലാഹുവിനെ, പടച്ച തമ്പുരാനെ മറന്നു പോകരുത്. ഏത് സമയത്തും അല്ലാഹു എന്ന ചിന്ത നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടു നടക്കണേ, ഹൃദയാന്തരത്തിൽ നന്മകൾ കൊണ്ട് നടക്കണേ. പടച്ച റബ്ബിനെ അറിയുന്ന സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ വേണേ. പടച്ച റബ്ബേ അല്ലാഹുവേ എന്തെങ്കിലും ഒരു കാര്യം നേടാൻ വേണ്ടി മാത്രം അല്ലാഹു എന്ന് പറഞ്ഞിട്ട് പടച്ച റബ്ബേ പ്രാർത്ഥനകളിലൂടെ മാത്രം നടന്ന് നീങ്ങിയാൽ പോരാ. ഈ ദുനിയാവിന്റെ തൊലിക്കുമുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ എല്ലാ കാര്യത്തിലും നമ്മെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുണ്ടല്ലോ, ആ പടച്ച തമ്പുരാനെ അറിയാനുള്ള മനസ്സ് എനിക്ക് വേണം, നിങ്ങൾക്ക് വേണം, നമ്മുടെ എല്ലാവർക്കും ആ മനസ്സ് വേണമല്ലോ. ആ മനസ്സില്ലെങ്കിൽ പടച്ച റബ്ബേ നമുക്ക് ഒരിക്കലും തന്നെ വിജയിക്കാൻ കഴിയില്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നന്മകൾ കണ്ടെത്താൻ കഴിയില്ല. ആ നന്മകൾ നമുക്ക് കണ്ടെത്തണമെങ്കിലോ പടച്ച തമ്പുരാനെ നമ്മെ കൂടെ ഉണ്ടാകണമെങ്കിലോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയോ, അല്ലാഹുവിനെ ആരാധിക്കുന്ന സ്വഭാവമുണ്ടല്ലോ, പടച്ച തമ്പുരാനെ ഇഷ്ടപ്പെടുന്ന സ്വഭാവമുണ്ടല്ലോ, ഈ കാണുന്ന എല്ലാവിധ അനുഗ്രഹങ്ങളും എനിക്ക് എന്റെ റബ്ബ് തന്നതാ. എന്റെ ജീവിതം നിലനിൽക്കുന്നത് പടച്ച തമ്പുരാനോ, എന്റെ ജീവിതം നിലനിൽക്കുന്നത് പടച്ച തമ്പുരാന്റെ സഹായം കൊണ്ടാണല്ലോ. ആ അല്ലാഹുവിന്റെ സഹായം ഇല്ലെങ്കിൽ എന്റെ ജീവിതം അല്ലാഹ് നിലനിൽക്കില്ലല്ലോ. ഞാൻ ഭക്ഷിക്കുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് വേണ്ടി കണക്കാക്കിയിട്ടുള്ളതാണല്ലോ. പടച്ച റബ്ബേ എന്റെ ജോലി അതും അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് വേണ്ടി കണക്കാക്കിയിട്ടുണ്ടോ. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് വേണ്ടി മുൻകൂട്ടി കണക്കാക്കിയതോ. അതുകൊണ്ടാണ് എനിക്ക് ഇതെല്ലാം ലഭിച്ചതോ, ഇതെല്ലാം എനിക്ക് ലഭിച്ചിട്ടുള്ളതോ എന്നുള്ളൊരു ബോധവും എന്നുള്ളൊരു ചിന്തവും എന്റെ പ്രിയമുള്ളവരെ മുസൽമാൻ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ വേണേ. മുസൽമാനായി ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ വേണേ. അല്ല എങ്കിലോ അല്ലാഹുവേ പടച്ച റബ്ബേ ജീവിതത്തിൽ അല്ലാഹുവിനെ കണ്ടെത്താൻ കഴിയില്ല. ആ പടച്ച തമ്പുരാന്റെ സ്വർഗ്ഗം നമുക്ക് കരഗതമാക്കാൻ കഴിയില്ല.
വഴിയില്ല. ആ പടച്ച തമ്പുരാന്റെ അനുഗ്രഹങ്ങളെ കൊണ്ട് നിറക്കപ്പെട്ട പവിത്രമായ സ്വർഗലോകമുണ്ടല്ലോ, ആ സ്വർഗമല്ലേ നമുക്ക് വേണ്ടത്? ആ സ്വർഗമല്ലേ നമുക്ക് വേണ്ടത്? ആ സ്വർഗത്തിന് വേണ്ടിയിട്ട് എന്ത് നന്മകൾ ചെയ്യാനും ദുനിയാവിൽ നമ്മൾ തയ്യാറാകണേ. അല്ലെങ്കിൽ ഉണ്ടല്ലോ പടച്ചറബേ കത്തിയാളുന്ന പടച്ച തമ്പുരാന്റെ നരകമുണ്ടല്ലോ, ആ നരകമാണ് നമ്മെ കാത്തിരിക്കുന്നത് എന്ന് എന്റെ പ്രിയമുള്ളവരെ നമ്മൾ അറിയണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇനി എന്താണ് സ്വർഗ്ഗം ലഭിക്കാനുള്ള രണ്ടാമത്തെ കാരണം? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുന്നു, നിങ്ങൾ അവിടുന്ന് സലാമിനെ അധികരിപ്പിക്കണേ സ്വഹാബാ. അല്ലാഹുവേ, തന്റെ കൂട്ടുകാരെ കാണുമ്പോൾ, തന്റെ നാട്ടുകാരെ കാണുമ്പോൾ, തന്റെ അയൽവാസികളെ കാണുമ്പോൾ പടച്ചറബേ അവരോട് സലാം പറഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ മുന്നോട്ട് കിടക്കാൻ. അവരോട് സലാം പറയാനുള്ളൊരു മനസ്സുണ്ടല്ലോ, ആ മനസ്സ് നമ്മൾ കാണിക്കണേ പ്രിയമുള്ളവരെ. പടച്ചറബേ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബത്തോ അതാ പരിശുദ്ധമായ സലാമിന്റെ മഹത്വം അവിടുന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ സലാം വ്യാപിപ്പിക്കുന്നവർക്ക് കൊടുക്കുന്ന പ്രതിഫലത്തെ കുറിച്ചിട്ട് അവിടുന്ന് പറയുമ്പോ അതാ സ്വഹാബത്ത് ഇങ്ങനെ കൽപ്പിച്ചോട്ടി മാറി നിൽക്കുകയാണ്. എന്നിട്ട് തന്റെ പടച്ചറബേ ഒരു വഴിയിൽ നിന്നും മറ്റൊരു വഴിയിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ടതാ തന്റെ മുമ്പിലൂടെ കടന്നു വന്ന സ്വഹാബിയോട് പറയുന്നു, അസ്സലാമു അലൈക്കും യാ സ്വഹാബ എന്നവിടുന്ന് സ്വഹാബത്തിന്റെ മുമ്പിൽ സ്വഹാബത്തിനോട് സലാം പറയുകയാണ്. അതാ സ്വഹാബത്തിനോട് സലാം പറയുകയാണ്. അങ്ങനെ സലാമിനെ വ്യാപിപ്പിച്ചിരുന്ന സ്വഹാബത്താണ് എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ മുൻഗാമികളോ. അത് സലാം ചൊല്ലുന്നതിന്റെ മഹത്വത്തെ കുറിച്ച് അറിഞ്ഞപ്പോഴാണ് അതിന് അത്രത്തോളം പവറുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗ്ഗലോകം ലഭിക്കാൻ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സ്വഹാബാ നിങ്ങൾ സലാമിനെ അധികരിപ്പിക്കണേ. എന്താ പറഞ്ഞത്? സലാമിനെ അധികരിപ്പിക്കുക എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. വീണ്ടും അവിടുന്ന് മൂന്നാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, സ്വഹാബാ നിങ്ങൾ പരിശുദ്ധമായ പടച്ച തമ്പുരാന്റെ സ്വർഗത്തിൽ കിടക്കാൻ അതാ മൂന്നാമതായിട്ടുള്ള കാരണം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സ്വഹാബത്തെ നിങ്ങൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗ്ഗലോകം കരഗതമാക്കിയവരിൽ പെടണോ സ്വഹാബാ? എങ്കിലും പാവങ്ങൾക്ക് നീ ഭക്ഷണം കൊടുക്കണേ സ്വഹാബാ. നിന്റെ മുമ്പിലൂടെ കടന്നു വരുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് നീ ഭക്ഷണം കൊടുക്കണേ സ്വഹാബാ. അവർക്ക് ഭക്ഷണം കൊടുത്താൽ പടച്ചറബേ മറ്റുള്ളവരെ ഭക്ഷണം നീ കഴിപ്പിച്ചാൽ നാളെ പടച്ചു തമ്പുരാൻ നിനക്ക് സ്വർഗത്തിലെ ഭക്ഷണം തരുന്നതാണ്. ആ സ്വർഗത്തിൽ നിനക്ക് വലിയ സ്ഥാനമാനം തരുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണല്ലോ. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പടച്ചറബേ, ഈ മൂന്ന് കാര്യങ്ങളോ സലാമിനെ അധികരിപ്പിക്കലും ഭക്ഷണം കഴിപ്പിക്കലും അതേപോലെ തന്നെ പടച്ചു തമ്പുരാനെ അറിഞ്ഞുകൊണ്ട് ജീവിക്കലും നാളെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗ്ഗലോകം മേടിക്കാൻ ആ പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലാൻ അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന അവസരങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടുണ്ടല്ലോ പടച്ചറബേ ഒരിക്കലും അല്ലാഹുവിനെ അറിയാതെ പോകരുത്. അല്ലാഹുവേ മറ്റുള്ളവരോട് സലാം പറയുന്ന ശീലം നമുക്ക് വേണേ. കഴിയുന്ന പാവങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുക്കടോ. പടച്ചറബേ ഒരു കല്യാണവും ഒരു സൽക്കാരവും ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വീടിനകത്തുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ എത്രയാണ്, എത്രയോ ഭക്ഷണങ്ങളാണ്
പാപങ്ങളാണ് പടച്ചുറപ്പേ കുഴിച്ചു മൂടപ്പെടുന്നത്. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എത്രയോ പാവപ്പെട്ടവരാണ് പടച്ചുറപ്പേ ഒരു പറ്റി കിട്ടിയിരുന്നെങ്കിലോ, ഒരു തുണ്ട് ഭക്ഷണത്തിന്റെ അവശിഷ്ടം കിട്ടിയിരുന്നെങ്കിലോ, ഒരു തുണ്ട് ഭക്ഷണത്തിന്റെ പൊട്ട് കിട്ടിയിരുന്നെങ്കിലോ പടച്ചുറപ്പേ ഭക്ഷണം ഒന്ന് കഴിച്ചിട്ടോ അല്ലാഹുവേ വിശപ്പടക്കാമായിരുന്നു എന്ന് വിചാരിക്കുന്ന എത്ര മക്കളുണ്ടെന്നറിയോ? ഇന്ന് ഫലസ്തീനിന്റെ മണ്ണിലേക്കൊന്ന് ചിന്തിക്കണേ ഉമ്മ. പടച്ചുറപ്പേ ഇസ്ലാമിന്റെ ശത്രുക്കൾ കടന്നു വന്നിട്ട് ഫലസ്തീനിന്റെ മക്കൾ അവിടെ ഉന്മൂലനം ചെയ്യാൻ നോക്കിയപ്പോ അല്ലാഹുവേ പടച്ചുറപ്പേ എത്ര പാപങ്ങളാണ് അനാഥരായി മാറിയത്. എത്ര ഉമ്മമാരാണ് പടച്ചുറപ്പേ മക്കളെ നഷ്ടപ്പെട്ടത്, പടച്ചുറപ്പേ പേരമക്കളെ നഷ്ടപ്പെട്ടത്. എത്രയോ ഭർത്താക്കന്മാർക്കാണ് ഭാര്യമാരെ നഷ്ടപ്പെട്ടു പോയത്. പടച്ചുറപ്പേ എത്രയോ ഭർത്താക്കന്മാർക്കാണ് ഭാര്യമാരെ നഷ്ടപ്പെട്ടത്. എത്രയോ ഭാര്യമാർക്ക് മക്കളെ നഷ്ടപ്പെട്ടു. എത്രയോ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പടച്ചുറപ്പേ ജീവിതത്തില് എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് ജീവിതത്തിൽ നടുക്കടലിൽ നിൽക്കുന്നത് പോലെ പ്രയാസപ്പെടുന്ന പടച്ചുറപ്പേ ഫലസ്തീനിന്റെ മക്കളെ നമ്മൾ എല്ലാവരും കാണുന്നുണ്ടല്ലോ. ആ ഫലസ്തീനിന്റെ മണ്ണിലേക്കൊന്ന് ചിന്തിക്കണേ ഉമ്മ. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പിഞ്ചുമക്കളോ പടച്ചുറപ്പേ പാത്രം പിടിച്ചിട്ട് നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. പാത്രം ഇങ്ങനെ പിടിച്ചിട്ടോ പടച്ചുറപ്പേ നമ്മളിങ്ങനെ നിൽക്കുന്നത് നമ്മൾ കാണുകയോ? അല്ലാഹുവേ വെള്ളമില്ല. അല്ലാഹ് വെള്ളമെത്തിക്കുന്ന വാഹനത്തിന്റെ പടച്ചുറപ്പേ ചെറിയൊരു ദ്വാരത്തിലൂടെ വെള്ളം ഇങ്ങനെ ഒറ്റുമ്പോ ചെറിയൊരു പാത്രം വെച്ചിട്ട് ആ വെള്ളം വരെ ശേഖരിച്ചെടുക്കുന്ന പിഞ്ചുമക്കളെ നമ്മൾ കാണുകയാണല്ലോ. പടച്ചുറപ്പേ ഭക്ഷണത്തിന് വേണ്ടിയിട്ടോ അതാവിടേക്ക് ഇറങ്ങാനുള്ള പടച്ചുറപ്പേ ഹെലികോപ്റ്ററും അല്ലെങ്കിൽ മറ്റു വഴികളിലൂടെ ഇറങ്ങാൻ സൗകര്യമില്ലാത്തത് കൊണ്ട് അതാ പാരച്ചൂട്ടിൽ ഇങ്ങനെ കെട്ടിക്കൊണ്ട് ഭക്ഷണം താഴേക്ക് ഇറക്കിയപ്പോ പടച്ചുറപ്പേ അതൊരു കടലിലേക്ക് വെള്ളത്തിലേക്ക് കൊണ്ടുപോയിട്ട് പടച്ചുറപ്പേ ഭക്ഷണം പതിച്ചപ്പോ വിശപ്പിന്റെ കാടിനെത്താൻ ആ ഭക്ഷണം പിടിക്കാൻ വേണ്ടി കടന്നു പോയ പടച്ചുറപ്പേ സഹോദരങ്ങൾ മുങ്ങി മരിച്ച വാർത്ത നമ്മൾ കണ്ടുപോയല്ലോ. അല്ലാഹുവേ ഇതെല്ലാം ലോക സമൂഹത്ത് നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോ പടച്ചുറപ്പേ ഇങ്ങനത്തെ അവസ്ഥകൾ നമ്മുടെ കൺമുമ്പിലൂടെ സഞ്ചരിക്കുകയാണ്, നമ്മുടെ കൺമുമ്പിലൂടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. എന്നിട്ട് പോലും പടച്ചുറപ്പിനെ മറന്നുകൊണ്ട് പടച്ചുറപ്പേ ഭക്ഷണത്തിന്റെ കാര്യത്തിലോ എന്റെ മകളുടെ വിവാഹം വരുമ്പോ പടച്ചുറപ്പേ മകന്റെ വിവാഹം കടന്നു വന്നാലോ കോടികൾ മുടക്കിക്കൊണ്ട് പടച്ചുറപ്പേ ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ടോ അല്ലാഹുവേ പടച്ചുറപ്പേ എവിടെ നിന്നൊക്കെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ലക്ഷങ്ങൾ കൊടുത്തിട്ട് പല പല പാട്ടുകാരി പെണ്ണുങ്ങള് പാട്ടുകാരി ചെറുപ്പക്കാര് പടച്ചുറപ്പേ നൃത്തം വെക്കുന്ന ടീമുകള് ഇവരെയെല്ലാം സമൂഹത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ടോ പടച്ചുറപ്പേ ആഡംബരം ദൂർത്തടിക്കുന്ന എത്ര ആളുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ മകളുടെ വിവാഹം 5 കോടിയാണ്, എന്റെ മകളുടെ വിവാഹത്തിന് ചെലവായത് 100 കോടിയാണ്, 2000 കോടിയാണ്, 3000 കോടിയാണ്. പടച്ചുറപ്പേ എന്ന അഭിമാനത്തോടെ പറയുന്ന ചില ആളുകളുണ്ടല്ലോ. നിങ്ങളൊന്ന് മനസ്സിലാക്കണോ, നിങ്ങളൊന്ന് മനസ്സിലാക്കണല്ലോ. പടച്ചുറപ്പേ നിങ്ങൾ കോടികൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് വിവാഹത്തിന് വേണ്ടിയിട്ടോ സൽക്കാരങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെലവഴിക്കുമ്പോ ഒരു പാപപ്പെട്ടവന്റെ വിശപ്പ്, ഒരു വിശപ്പടക്കിയ വിശപ്പ് സഹിച്ചു നിൽക്കുന്നവന്റെ വിശപ്പ് നിനക്ക് സഹിപ്പിക്കാൻ കഴിയുമെങ്കിലോ, നിന്റെ സമ്പത്ത് കൊണ്ട് നിനക്ക് ഒതുക്കാൻ കഴിയുമെങ്കിലോ നീയാണ് ഏറ്റവും വലിയ വിജയി, നീയാണ് പടച്ചു തമ്പുരാന്റെ മുമ്പിൽ ഏറ്റവും വലിയ വിജയെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, തന്റെ കയ്യിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് തന്നത്, അധികാരം തന്നത്, പവർ തന്നത് അല്ലാഹുവേ ഒരുപാട് പറുദീസകൾ നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ളത്. ഇതൊന്നും വെറുതെ തന്നതെന്ന് നീ വിചാരിക്കല്ല. അല്ലാഹു നിന്നെ പരീക്ഷിക്കാൻ വേണ്ടി തന്നതാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ ഇതെല്ലാം നമുക്ക് വാരിക്കോരി തരുമ്പോ നമ്മൾ വിചാരിക്കും പടച്ചോനെ, പടച്ച തമ്പുരാന് എന്നോട് വല്ലാത്ത സ്നേഹമുണ്ട് അതുകൊണ്ട് തന്നതാണ്. എടാ, അതുകൊണ്ട് മാത്രം തന്നതല്ല, നിന്നെ പരീക്ഷിക്കാനും കൂടെയാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കാം. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബോധം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് അള്ളാഹിന്റെ പരിശുദ്ധമായ സ്വർഗം, ആ സ്വർഗത്തിൽ കിടക്കാനുള്ള 3 കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തെ എന്താണ്? പാപങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക, സലാമിനെ അധികരിപ്പിക്കുക, അള്ളാഹിനെ മറക്കുന്ന അവസരങ്ങൾ ഹൃദയത്തിൽ നിന്ന് എടുത്തു കളയുക. ഈ ഒരു ശൈലി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, നിനക്ക് അള്ളാഹുവിന്റെ പവിത്രമായ സ്വർഗമുണ്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുക. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗം നിങ്ങൾ കരഗതമാക്കുക. ഈ പറയുന്ന എന്നോടും അതേപോലെ തന്നെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരോട് പറയട്ടെയോ, ആ അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ പരമോന്നതമായ സ്വർഗം ലഭിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. അതുകൊണ്ട് ജീവിതത്തിൽ പാകപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തിൽ ഈ 3 സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടന്നാൽ നാളെ പരലോകത്ത് മാത്രമല്ല ഈ ദുനിയാവിലും നമുക്ക് വിജയിക്കാൻ കഴിയുന്നതാണ്. ഈ 3 സ്വഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, ഇവിടെ മാത്രമല്ല നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിലും അള്ളാന്റെ മുമ്പിലും എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് വിജയിക്കാൻ കഴിയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം